ഹലോ അനീഷേ. അനു. ആ വീട്ടിലെത്തിയാ? ഞാൻ വീട്ടിലെത്തി. ഞാൻ പൊലച്ചക്ക് എത്തീനി. ആ കുറച്ച് സമയം കടന്നു. എന്നിട്ട് അനീഷ് പണിക്ക് പോയിഞ്ഞാ? ഞാൻ പണിക്ക് പോകാൻ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാ വീട്? റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാ? കുറച്ച്, അത്ര ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. എന്നിട്ട് വേറെ എന്തുണ്ട്? യാത്രയെല്ലാം സുഖം? സുഖം തന്നെ. അനീഷ് ഒന്നിച്ചുണ്ടെങ്കിൽ അതിന് സുഖമായിരിക്കും. അതെന്താ ട്രെയിനിന്ന് ഞാനുണ്ടായിട്ടെന്നാ? അല്ല, എനിക്കല്ലേ ഇതിനെല്ലാം പേടി. എന്തിന്? ഞാൻ ട്രെയിനിൽ നിന്നൊരു കാഴ്ച കണ്ടു മോനെ. ട്രെയിനിൽ നിന്ന് കാഴ്ച കണ്ടോ? രാത്രിയാ? എന്ത് കാഴ്ച? ഞാന് കിടന്ന് സീറ്റിന്റെ ഇപ്പുറമില്ലേ, അത് 2 പിള്ളേർ കിടന്നിനെ, ഒരു പെണ്ണുമാണ്. ഒരുമിച്ചാ? കല്യാണം കഴിച്ചതാണെന്നൊന്നും അറിയില്ല, എങ്ങനെയാണെന്നും അറിയില്ല. അവരേതാ മോനെ? അതങ്ങനെ തൊട്ടിപ്പുറത്ത് പുറത്തിൽ അതിനുമില്ലേ? ഉണ്ട്, അവർക്ക് അതൊന്നും പ്രശ്നമില്ല. എനിക്കല്ലേ ഇതെല്ലാം പേടി, അല്ല ഞാൻ പറഞ്ഞേ. എന്നിട്ട് അങ്ങനത്തെ ഒരു വിഷയമില്ല? ഒരു വിഷയമില്ല. അനക്ക് കൊതിയായിപ്പോയി കണ്ടിട്ട്. അനുവിന് പിന്നെ അങ്ങനെ ഒന്നും കണ്ടാ മതിയല്ലോ അല്ലേ? ഞാൻ വിചാരിച്ച അനീഷ് ഒന്നിച്ചുണ്ടെങ്കിലും. അനക്കത് പറ്റൂല കേട്ടാ. അനീഷ് അത് കണ്ടാല് പറ്റൂലെന്നൊന്നും പറയൂല. അതുമാതിരി കാഴ്ച ഞാൻ കണ്ട്. അതങ്ങനെ ശരിക്കുവാ? അതേന്ന്. അന്നേരം രാത്രിയാണെങ്കിലും വേറെ ആരും കാണൂലേ? ലൈറ്റല്ലോ ആരും കാണൂല, എല്ലാരും ഉറങ്ങുന്നല്ലേ. ഞാനിത് അതിന്റെ തൊട്ടപ്പുറത്തെ സീറ്റിലായതുകൊണ്ട് കണ്ടതല്ലേ. നേരം രണ്ടാളും ഇങ്ങനെ ഒരു ബർത്തില് ഇരുന്നിട്ടാ കെട്ടിപ്പിടിച്ച് കിടന്നു. അത് അങ്ങനെ കടന്നു കഴിക്കൂലേ? കടന്ന മാത്രമൊന്നുമല്ല, അവരെ മുഖലിങ്ങനെ അടുപ്പിച്ചിട്ട് ചുണ്ടലിങ്ങനെ ചപ്പി ഇതാക്കുന്നുണ്ട്. എന്നിട്ട് അനുവിന് ഒന്നും ഒച്ചാണ്ടായി കൂടിയോ? എന്തിന്? അനു കണ്ട് ആസ്വദിച്ചിരിക്കോ ഇത്? ഞാൻ ആസ്വദിച്ച് കിടന്നു. അയ്യോ, ട്രെയിനിന്റെ അകന്നല്ലെങ്കിലും പറ്റും? എവിടുന്നാ പറ്റാതെ? ട്രെയിനിന്ന് മാത്രല്ല, നമ്മള് കാറിന്ന് ഇല്ലേ? അത് നമ്മുടെ അനുവിന്റെ സ്വന്തം കാറായോണ്ടല്ലേ. പിന്നെ ട്രെയിൻ ഇപ്പൊ സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ, ട്രെയിനൊന്നും പറ്റും. ഏത് സ്ഥലത്തൊന്നും നമുക്ക് ഇത് പറ്റും കേട്ടോ. അതുകൊണ്ടായിരിക്കും അനു എന്നോട് വരാൻ നിർബന്ധിച്ചിട്ടുണ്ടാവും അല്ലേ? നീ വരായിട്ടല്ലേ നമുക്ക് സങ്കടാവും ഇപ്പൊ അത് കണ്ടതിന് ശേഷം. അതെല്ലാം പേടിയാന്നു. നിന്റെ പേടിയെല്ലാം ഞാൻ മാറ്റിത്തരും. അല്ല, ട്രെയിനിന്റെ അതിലുള്ള ഒരാളും പോലീസെല്ലാം ഉണ്ടാകുമ്പോ കാണൂലേ? പോലീസെല്ലാം എപ്പോഴും ഇങ്ങനെ ട്രെയിൻ നിൽക്കുന്നുണ്ടാ? എന്നാലും യാത്രക്കാരെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് അവര് നോക്കൂലേ നേരം? നമ്മള് ഉറങ്ങുന്നല്ലേ. ഞാൻ മുമ്പ് പോകുമ്പോ പോലീസുകാരെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. അവര് ഒരു പുതപ്പും എല്ലാം പുതച്ചിട്ടുള്ളത് ഇങ്ങനെ കടന്നേ. അത് ഞാൻ തലയിലേക്ക് ഇട്ടിട്ടില്ല. അവര് ഇങ്ങനെ ഞാനെല്ലാം കാണുന്നുണ്ട്. എനക്കറിയാം അവരെന്തെല്ലാം ചെയ്യുന്നു. അനീഷ് എങ്ങനെയാ ഡ്രൈവിങ് ചെയ്യുന്നു അതുപോലെ ചെയ്യുന്നുണ്ട്. അതുപോലെല്ലോ
അനീഷ് കണ്ടിട്ടുണ്ടെങ്കിലേ ഉം. അപ്പൊ തന്നെ വാ അനു എന്ന് പറയും. ഉം. ഉം. അത് അന്നേരം അനു അനു സൗണ്ട് ആക്കും പോലെ അത് സൗണ്ട് ആക്കുന്നുണ്ടായിരുന്നു. ആണ് ഉം. ആടാ. ഉം. ഉം. എല്ലാം ഉണ്ട്. ഉം. ഉം. ഞാനില്ലേ ഇങ്ങനെ എന്താ പറയണ്ടേ തരിച്ചിട്ട് നല്ല എനിക്ക് ഇപ്പിളി എടുക്കുന്നു. ഉം. ഉം. അതിന് പറഞ്ഞിട്ടില്ല കൂടി എനിക്ക് വരാതില് സങ്കടം വരുന്നല്ലോ. ആ വേണം, എനക്കും അത് തന്നെയാ സങ്കടം. നീ വരാതില് അതിന് പെട്ടെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ അനീഷോട് രാത്രിയെ പോകുന്നു നമുക്ക് ഒരുമിച്ച് പോകാൻ. എല്ലാം എനിക്ക് വീട്ടിൽ നിന്ന് അമ്മേന്റെ അടുത്ത് ആരെങ്കിലും ആക്കാനോ ഒന്നിനും സമയം കിട്ടൂലല്ലോ. പിന്നെ പണീന്റെ അടുത്ത് ലീവ് പറയണു, എല്ലാം വേണ്ടേ. എല്ലാം അനുവിന് ഒറ്റ പോയില്ലേ. പെട്ടെന്ന് അങ്ങ് പോയാ പോരെ. അതെ എന്നാലും അല്ല എല്ലാം പോയില്ലേ. അതുകൊണ്ട് ഉം? എല്ലാം പോയില്ലേ നമ്മളെ ഒരു ദിവസത്തെ. അത് സാരമില്ല, അനു വന്നിട്ടാകുമ്പോ നമുക്ക് ഇവിടുന്ന് അതിന്റെ ഡബിളാക്കാം. ഇങ്ങനെ യാത്ര പോകുമ്പോഴത് ഇത് മാറ്റാണ്. ഉം. യാത്ര പോകുമ്പോൾ ചെയ്യുന്ന വേറെ തന്നെ ത്രില്ലാണ്. അതറിയില്ല. അനുവിന് ത്രില്ലെല്ലാം അറിയാം അല്ലേ. നമുക്ക് പിന്നെ വേറെ എവിടെയും ഊട്ടിക്ക് പോകുമ്പോ, ഊട്ടിക്ക് ട്രെയിനിലല്ലേ പോവാ. അമ്മ അറിയില്ല, നമുക്കൊന്ന് ആലോചിക്കാം. ബസ്സിനാ ട്രെയിനിനാ? ബസ്സിനൊന്നും പോകുമ്പോ അനീഷിനോടാണെങ്കിൽ ഇപ്പൊ ദേഷ്യമായിരുന്നു. പക്ഷെ അത് ഓർമ്മിക്കാൻ എന്റെ കണ്ണു മുന്നിൽ ഇപ്പൊ കാണുന്നു ഞാനത്. അതല്ലേ ഞാൻ പറഞ്ഞത്, അനു എന്നൊക്കെ ഒച്ചയാണ്ടായി പറയുന്നു. എന്തിനാ ഒച്ചയാക്കുന്നേ? നേരം കാണൂലല്ലോ, അവരനങ്ങാണ്ട് പോലെ. അതെ, അവരെ ഇതും കൂടി മേടിച്ചു കേട്ടെ, അതൊന്നും വേണ്ട. അങ്ങനെയൊന്നും ചെയ്യാറില്ല, അതെല്ലാം മോശമല്ലേ. അതെങ്ങനെയാ മോശമാകുന്നു? പിന്നെ ആൾക്കാരുടെ മുമ്പ് ഒരുപാട് ആൾ പോകുന്ന ട്രെയിനിൻ്റെ ആണെന്നല്ലോ. ഓ അനീഷ് ഇനിയോ ഇപ്പോ ഇതിൽ തന്നെയാ അങ്ങനെ ഒരു ആരെങ്കിലും കണ്ടാല് പറയൂലേ. ആര് പറയാൻ, ആര് കാണാനാ, ഞാനല്ലേ കണ്ടിട്ടുള്ളൂ. അതെ, അനു കണ്ടില്ലേ. അനു കണ്ട തന്നെ ആ കൂട്ടർക്ക് മോശമല്ലേ. മോശമൊന്നുമില്ല, എനിക്ക് കാണാൻ പറ്റിയില്ലേ. അനുവിന് ഇത് കാണുന്ന ഭയങ്കര ഇഷ്ടാ. കാണുന്നതും ഇത് വലിയ ഇഷ്ടം. അഥവാ ഞാനും അതിനൊക്കെ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അനു വിടുവോ? ഞാൻ വിടൂലല്ലോ. വീട്ടിലെത്തുന്നവരെ ഉണ്ടാവുമല്ലോ. അതെങ്ങനെ? അങ്ങനെയാണ്. അത് അനുവിന്റെ ഒപ്പരം വരുമ്പോ പേടിയാ. എന്തേ ഞാന് ഞാനതില് അതല്ലേ ചെയ്യുള്ളൂ. പേടിയാകാൻ മാത്രം എന്താ? അല്ല, ഇങ്ങനെ വിചാരിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലോ. അതെ, നമുക്ക് ഇങ്ങനെ കാണുമ്പോല്ലേ ഉള്ളിനൊരു മറ്റേ എന്താ പറയണ്ടേ, ചെയ്യണം തന്നെ തോന്നുന്നു, ഒരാഗ്രഹം വരും. അപ്പൊ ചെയ്തു പോകുന്നല്ലേ. ആഗ്രഹം ഇപ്പൊ എനക്കും വരാൻ തുടങ്ങി. അനീഷ് ഇത് വിചാരിച്ചിട്ട് വേറെ ഏടിയും പോറ് കേട്ടാ. ഞാൻ പോവില്ല, അനു പോവാണ്ടെന്നാ മതി ആടുന്നു. ഞാൻ പോവില്ല. അനുവിനാടെ ഒരുപാട് പരിചയക്കാരില്ലേ. പരിചയക്കാരുണ്ടെന്ന് ചോദിച്ചിട്ട് അല്ല അനീഷിനെ പോലെയാവോ? പഴയ
പഴയ ചങ്ങായിമാരിലുണ്ടായാലോ? ചങ്ങായിമാരെന്ന് വെച്ചൊന്നും പോകൂല. ഞാൻ പഴയ ചങ്ങായിമാർ ഞാൻ ഇടുന്ന വേണ്ടിപ്പോ അല്ല. അനീഷ് ഇങ്ങനെ ജോലിക്കെല്ലാം പോയാല് ആരൊന്നിച്ചും പോയേക്കറേ. ഞാൻ പോകുന്നില്ല. പിന്നെ എനക്ക് കിട്ടൂല അനീഷിനെ. ഞാൻ പോകുന്നില്ലല്ലേ. അന്നേരെ വിളിക്കണ്ട, അനുവല്ലാണ്ട് ഒരേ വിളിക്കുവാ. അല്ല, അനീഷിന്റെ സ്വഭാവം ഇപ്പൊ മാറിയതാ. അങ്ങനെ മാറിയിട്ടൊന്നുമില്ല എന്റെ. അതിന് മാത്രം പെണ്ണുങ്ങളിയൊന്നും എനിക്ക് അറിയില്ല. അത്ര ഇതായിട്ടുള്ള ആളൊന്നും. പെണ്ണുങ്ങളെ അറിയൊന്നും വേണ്ട. ഇപ്പൊ ഇത് തന്നെ അനു എന്നെ നിർബന്ധിച്ചോണ്ടല്ലേ അല്ലേ ഞാൻ. അതാണ് എനിക്ക് പേടി. അന്നെ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അല്ല എന്റെ വീട്ടിട്ട് അനീഷ് പോവും. അനുവിന്റെ അതേ പേടിയാണെന്ന് എനക്കും. അന്നെ ഇനി അനു ഇങ്ങോട്ട് വരാണ്ട് ഇനി ആ നാട്ടിന്ന് അവിടെ നിന്നാളിയോ എന്നുള്ള പേടിയാ എനക്ക്. നാട്ടിലിവിടെ നിൽക്കുന്നില്ല. അനീഷിനെ അത് കാണണ്ടേ. ഇത് പോണ്ട ചെയ്യേണ്ട കാര്യം ഇനി എപ്പോ പോണ്ടിപ്പം തന്നെയാ? കുറച്ചു സമയം കഴിഞ്ഞിട്ട്. നേരം വീട്ടില് ഇത്രയും കാലം പോവാണ്ട് നിന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോ വേറെ പ്രശ്നമൊന്നുമില്ല. അതെല്ലാം ഉണ്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് അത്ര വലിയ പ്രശ്നവും കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഞാൻ 2-3 മണിയാകുമ്പോ എത്തിയിട്ടില്ലേ. എന്നാ പിന്നെ ഞാൻ പണിക്ക് പോകാൻ ഇറങ്ങുന്നേന്. അനീഷ് പണിക്ക് പോയിട്ടോ? രാത്രി വിളിക്കൂലേ? പറ്റുമെങ്കിൽ വിളിക്കുക. പറ്റുമെങ്കിലാ? അതിന് സംശയ. അല്ല, പറ്റുമെങ്കിൽ മറ്റപ്പം വീട്ടില് എല്ലാരും ഉണ്ടാവൂലേ. പിന്നെ എന്നാ നോക്കിട്ട് വിളിക്കും.